Hi guys, it's me Irshad. Welcome back to Lecture 3. Today we are going to enhance our knowledge in Python with some basic operators in Python. So let's start our class. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മാത്സിൽ ഉള്ള ഓപ്പറേറ്റേഴ്സ് എങ്ങനെ നമുക്ക് കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനെ കോഡിന്റെ ടേമിൽ പറയുന്ന ഒരു ടേമാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇതിൽ വരുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് പവർ. സോ നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെങ്ങനെ നമുക്ക് കോഡിൽ റൈറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് എഡിറ്ററിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്സാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സൈഡിൽ എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 10. എക്സ് എന്ന വൈ എന്നുള്ള രണ്ട് വേരിയബിൾ ക്രിയേറ്റ് അതിൽ രണ്ട് ഇൻറ്റീജർ വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഡിവൈഡ് ആണ് ചെയ്യുന്നത്, ഡിവിഷൻ ആണ് ചെയ്യുന്നത്. പ്രിന്റ് എക്സ് സ്ലാഷ് വൈ ഇട്ടാൽ നമുക്ക് ഡിവിഷൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. സോ നമുക്ക് ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എ ബി എന്ന രണ്ട് വേരിയബിൾ എടുത്ത് നമുക്ക് എ പ്ലസ് ബി ചെയ്ത് നോക്കാം. സോ കാണാൻ പറ്റും 3 എന്ന് വന്നു, 1 പ്ലസ് 2 3. ഇതുപോലെ തന്നെ സെയിം നമുക്ക് എ മൈനസ് ബി ചെയ്യാം. സോറി, എ മൈനസ് ബി, അത് -1 വരും. പ്രിന്റ് അതേപോലെ തന്നെ എ അടുത്തേതാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ഇൻറ്റു ബി 2 വന്നു. നമുക്ക് ഡിവിഷൻ ചെയ്യാം. എ ഡിവൈഡഡ് ബൈ ബി. അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് എ പവർ ആണ്, എ റൈസ് ടു എന്ന് പറയുന്നില്ലേ ആ ഒരു സെയിം ഇതാണ് പവർ. നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ കോഡിൽ എഴുതുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടെ ആകെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ പ്ലസ് ചെയ്യാം, ഏത് സൈനായി യൂസ് ചെയ്യുന്നതായിട്ട് നോക്കിയാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ഈ ഒരു സൈൻ ആണെന്നും ഡിവിഷൻ ഇതാണെന്നും പവറിന് ഈ ഒരു രണ്ട് സ്റ്റാർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത്ര ഈ ഒരു അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ പൊതുവെ നമുക്ക് ഒരു വേരിയബിളിലെ ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യണം. എക്സാമ്പിൾ ഇപ്പം ഒരു ഡാറ്റയുള്ള ഇപ്പം എക്സ് ആണെങ്കിൽ എക്സിൽ 1 ആഡ് ചെയ്യണം. നോർമലി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ് ഈക്വൽ ടു ആദ്യം 1 കൊടുത്തു. നമുക്കൊന്ന് കോഡിലേക്ക് വരാം. ഞാനിവിടെ എക്സ് ഈക്വൽ ടു 1 കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് എക്സിൽ 1 ആഡ് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അതിന് കാണാൻ പറ്റും 2 എന്ന് കിട്ടി. പക്ഷേ ഇതിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രത്യേകമായിട്ട് ഈ ടോപ്പിക് പിടിക്കുന്നത്, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് ഈക്വൽ ടു 1. ഇത് മീൻ ചെയ്യുന്നത് വെച്ചാൽ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇവിടെ സംഭവിക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 തന്നെയാണ്. അതിന് ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ഇത് കുറച്ചും കൂടിയും സിംപ്ലിസിറ്റി കാണിക്കും, ഈ ഒരു എക്സ് പ്ലസ് ഈക്വൽ ടു 1 ഉള്ളത്. സോ ഇത് അഡീഷന് മാത്രമല്ല എല്ലാ ഓപ്പറേറ്റേഴ്സിനും വർക്കാവും. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം വൈ ഈക്വൽ ടു 2 എന്നുള്ളത് കൊടുത്തിട്ട് എന്താക്കി വൈ മൈനസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടണം നമുക്ക്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചത് ഇൻറ്റീജർ ഓപ്പറേറ്റേഴ്സ് ആണ്. അത് ഇൻറ്റീജറിലും സ്ട്രിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വർക്കിംഗ് വിത്ത് സ്ട്രിംഗ് എന്നുള്ള സെപ്പറേറ്റ് ടോപ്പിക് ഞാൻ പറയും. സോ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ബൂലിയൻ എന്നുള്ള വേരിയബിൾസ് നമ്മൾ ഓൾറെഡി വേരിയബിൾസ് അല്ല, ഡാറ്റാ ടൈപ്സ് ഓൾറെഡി പറഞ്ഞായിരുന്നു. ബൂലിയൻ എന്നുള്ള ഡാറ്റാ ടൈപ്സിൽ either 1 0 അല്ലെങ്കിൽ either ട്രൂ ഓർ ഫോൾസ് ഇന്ന് ഈ രണ്ട് വാല്യൂ മാത്രമേ ബൂളിയൻ ഡാറ്റ ടൈപ്പ് വാല്യൂ ആയിട്ട് വരുള്ളൂ. സോ ആ രണ്ട് വാല്യൂ വരുമ്പോഴുള്ള നമുക്ക് പൈത്തണിലുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ്, ഓർ, നോട്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ ട്രൂത്ത് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എനിക്ക് തിരിയും. എക്സ് ഇപ്പം ട്രൂവും വൈ ട്രൂ ആണെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ അഥവാ എക്സ് ആൻഡ് വൈ അങ്ങനെയായിട്ട് നമ്മൾ കോഡിൽ കൊടുക്കുക. ജസ്റ്റ് കാണിച്ചു തരാം. എക്സ് ഈക്വൽ ടു ട്രൂ, വൈ ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ നമ്മൾ കോഡിൽ എങ്ങനെ കൊടുക്കുക വെച്ചാൽ പ്രിന്റ്
എക്സ് ആൻഡ് വൈ എന്നായിരിക്കും കൊടുക്കുക. ഇവിടെ വെച്ചാൽ എക്സ് ട്രൂവും വൈ ട്രൂവും ആണെങ്കിൽ മാത്രമേ ഇതിന്റെ അഥവാ എക്സ് ആൻഡ് വൈ എന്നുള്ളതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് റൺ ചെയ്താൽ കാണാൻ പറ്റും, ഇതാ ട്രൂ ആയിരിക്കും. അഥവാ ആൻഡ് എന്നുള്ള മീനിങ് വെച്ചാൽ അതിലെ രണ്ട് ഓപ്പറേറ്ററും മസ്റ്റ് ട്രൂ ആയിരിക്കും, എന്നാൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അതായിരിക്കും. അപ്പം ഇവിടെ കാണാൻ പറ്റും ട്രൂ ഫോൾസ് വരുമ്പോൾ എക്സ് ആൻഡ് വൈ വരുന്നത് ഫോൾസ് ആണ്, അഥവാ രണ്ടും ട്രൂ അല്ല. അതേപോലെ തന്നെ ഫോൾസും ട്രൂവും ഫോൾസ് തന്നെയാണ്, ഫോൾസ് 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 തന്നെയാണ്. അതാണ് ആൻഡിന്റെ കേസ് വരുന്നത്. അഥവാ രണ്ട് കണ്ടീഷനും, അഥവാ എക്സും വൈ എന്തായിരിക്കണം? മസ്റ്റ് ബി ട്രൂ ആയിരിക്കണം, എന്നാൽ മാത്രമേ എക്സ് ആൻഡ് വൈ എന്നുള്ളതിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. സോ നെക്സ്റ്റ് എന്നത് ഓർ ഓപ്പറേറ്റർ ആണ്. ബൂളിയനിലെ ഓർ ഓപ്പറേറ്റർ വെച്ചാൽ ഏതെങ്കിലും അഥവാ എക്സോ വൈയോ ട്രൂ ആയാൽ മതി, എന്നാൽ അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയി വരും. ഇപ്പൊ നോക്കാൻ പറ്റും ട്രൂ ട്രൂ എക്സ് ട്രൂ വൈയും ട്രൂ, സോ അതിന്റെ എക്സോർ വൈ എന്നുള്ളത് ട്രൂ ആയി വരും. അതേപോലെ തന്നെ എക്സ് ട്രൂവും വൈ ഫോൾസും ആണെങ്കിൽ അതിന്റെ എക്സോർ വൈ എന്നുള്ളത് എന്തായിരിക്കും? ട്രൂ ആയി. കാരണം എക്സ് എന്നുള്ള ടേം ട്രൂ ആയതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് ഫോൾസും വൈ ട്രൂ ആണെങ്കിൽ അതിന്റെ എക്സോർ വൈ എന്നുള്ളത് ട്രൂ ആയിരിക്കും. കാരണം ഇതില് വൈ എന്നുള്ള ടേം എന്താണ്? ട്രൂ ആണ്. പിന്നെ നാലാമത്തെ വരുമ്പോൾ രണ്ടും ഫോൾസ് ആയതുകൊണ്ട് എന്തായിരിക്കും? എക്സോർ വൈ ഫോൾസ് ആയിരിക്കും. കാരണം എന്ത്? അത് രണ്ടും ഫോൾസ് ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മാത്രമേ എക്സോർ ട്രൂ വരും. പിന്നെ വന്നത് നോട്ട് ഓപ്പറേറ്റർ. നോട്ട് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇപ്പുള്ള കറണ്ട് എക്സിന്റെ ആ ഒരു കറണ്ട് വേരിയബിളിന്റെ വാല്യൂ എന്താക്കി മാറ്റും? ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കി മാറ്റും. ഇവിടെ കാണാൻ പറ്റും എക്സ് ട്രൂ ആണ്, നോട്ട് എക്സ് എന്തായി മാറി? ഫോൾസ് ആയി. ട്രൂ എന്തായി മാറി? ഫോൾസ് ആയി. അതേപോലെ തന്നെ ഫോൾസ് എന്തായി മാറി? ട്രൂ ആയി. ഫോൾസ് ട്രൂ ആയി മാറി. അതേ സെയിം പോലെ തന്നെയാണ് വൈയിലും വരിക. ട്രൂ ഫോൾസ് ആയി, ഫോൾസ് ട്രൂ ആയി. ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻ യൂസ്ഫുൾ ആവുക നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു കാര്യം കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇൻഡീപ്പായിട്ട് നമ്മൾ ഇനി വരുന്ന ലെക്ചറിൽ പറയും. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം ജസ്റ്റ് ഈ ഒരു ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇത് കോഡിൽ എങ്ങനെ ഇംപ്ലിമെന്റ് വെച്ചാൽ ഇപ്പം ആൻഡ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? പ്രിന്റ് എക്സ് ഓർ വൈ ഇങ്ങനെ കൊടുക്കും. അതേപോലെ തന്നെ പ്രിന്റ് നോട്ട് എന്നുള്ളത് ഈ ഒരു സിമ്പിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. സോറി, ഈ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ മറ്റ് ലാംഗ്വേജസിലെ ഒരു നൊട്ടേഷൻ ആണ്. നമ്മൾ പൈത്തണിലേക്ക് വരുമ്പോൾ നോട്ട് എന്നുള്ള ടേം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻഡും ഓറും നോട്ടും നമ്മളെ പൈത്തണിൽ കോഡിൽ നമ്മൾ ഈ രീതിയിലാണ് റൈറ്റ് ചെയ്യുക. സോ ഇതിനാണ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. സോ 1.2 എന്നുള്ളത് എയും പിന്നെ ബിയും. അറിയാം എ ആണ് ഏറ്റവും കൂടുതലുള്ളത്, ആണ് ഇതിൽ ഏറ്റവും വലിയ നമ്പർ. സോ ഇപ്പം എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന വെച്ചാൽ ബിനേക്കാളും ചെറുതാണ് എ എന്നുള്ളതാണ്. സോ നമുക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു കണ്ടീഷൻ ആക്ച്വലി റോങ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇനിയിപ്പം സെയിം ആക്കിയാൽ പോലും ഇതിന്റെ റെസ്പോൺസ് ഫോൾസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എ മസ്റ്റ് ബി ലെസ് ദാൻ ബി ആയിരിക്കണം. എ ബിക്ക് ഈക്വൽ ആവാൻ പാടില്ല, മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? ലെസ് ദാൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ 6.9 കൊടുത്താൽ അത് ട്രൂ ആയി വരും. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ സെയിം പോലെ തന്നെയാണ് ഇതും വരുന്നത്. നമ്മളെ ഗ്രേറ്റർ ദാൻ വരുന്നത്. ഇപ്പൊ ഞാനിത് ഇപ്പം ലെസ് ദാൻ കൊടുക്കുമ്പോൾ മനസ്സിലായല്ലോ, ഇവിടെ ഫോൾസ് ആയതല്ല. ഇതിന് ഈക്വൽ ടു കൊടുത്താൽ എന്ത് വരും? അത് ട്രൂ വരും. കാരണം ഒന്നുകിൽ ഈക്വൽ ആണ്, അല്ലെങ്കിൽ ആണ്. ഇതാണ് ഗ്രേറ്റർ ദാൻ വരുന്നത്. സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൽ മെയിനായിട്ട് ഒരു കമ്പാരിസൺ യൂസ് ചെയ്യുന്ന കമ്പാരിസൺ വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആസ്കി വാല്യൂ ആണ്. നമുക്കറിയാം എന്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ബിന്റെ ആസ്കി വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ എ കമ്പയർ ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ ഐ തിങ്ക് ട്രൂ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എന്റെ ആസ്കി വാല്യൂ ചെറുതാണ്, അതാണ് ബിക്ക് ഈക്വൽ ചെറുതാണ്. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇതിപ്പം അതായിക്കോട്ടെ, നമുക്ക് ഈ കണ്ടീഷൻ മാറ്റാം. ഗ്രേറ്റർ ദാൻ കൊടുത്താൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൊടുത്താൽ
ഇത് ഫോൾസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ എ വലുതല്ല. ഇവിടെ ഈ കണ്ടീഷനാ പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി. എ എന്തായിരിക്കണം, ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ എ വലുതാകണം ബിനെ കാട്ടും. ഈ ഒരു വാല്യൂ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എ ചെറുതാണ്. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് തന്നെ വരും. ഓക്കെ, ഇപ്പൊ ഇത് സിംഗിൾ ലെറ്റർ അല്ല, പിന്നെ ഫുൾ ലെറ്റർ ഒരു സ്ട്രിങ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഹെലോ എന്നുള്ള കൊടുത്ത് അതേപോലെ തന്നെ ലോ, ഇത് എന്തായിരിക്കും ട്രൂ ആയിരിക്കും, കാരണം ഈക്വൽ ടു ആണ് എഴുതുന്നത്. ഇനിയിപ്പോ ഞാൻ ലാസ്റ്റ് ലെറ്റർ ജസ്റ്റ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓ ആണ് ഏറ്റവും വലുത്, എ ആണ് ചെറുത്, ആസ്കി വാല്യൂ വെച്ചിട്ട്. അപ്പം ഇവിടെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അത് സേവ് ആയിട്ടില്ല. കൂടെ വേണ്ടത് നോക്കണം. ട്രൂ ആയി എന്ന് വെച്ചാൽ എ വലുതാണ്, എ ആണ് ഇതിൽ വലുത് ഓന്റെ വാല്യൂ. കാരണം ബാക്കിയെല്ലാം സെയിം ആണ്, എച്ച് എച്ച് സെയിം, ഈ സെയിം, എൽ സെയിം, എൽ സെയിം. ലാസ്റ്റ് ലെറ്റർ ആണ് നോളാണ് എന്ത് ചെയ്യുന്നത്. ഇതിലേക്ക് കണ്ടു നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് ഓ ആണ് വലുത്. സോ എന്തായിരിക്കും, അതായിരിക്കും അതായിരിക്കും വലിയ, സോറി അതായിരിക്കും വലിയ സ്ട്രിങ്. ഇതാണ് നമ്മൾ ടോപ്പിക്ക് വരുന്നത്. ഇന്നത്തെ ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് അറിയും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് ട്രൈ ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നമുക്ക്